ഹലോ, ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സ് മെൻട്രി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോണത്, നിങ്ങളൊരു പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തുടക്കത്തിലേ പറയാൻ പാടില്ലാത്ത 4 സീക്രട്സിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾ ആദ്യമേ പറയാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ രീതി, ഇത്രയും നേരം നിങ്ങൾ തുടങ്ങിയ ആ ഒരു രീതിയിൽ മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ പാർട്ട്ണറിൽ ചേഞ്ചസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ഈ 4 സീക്രട്സ് തുടക്കത്തിൽ പറയാതിരിക്കുക. ഫസ്റ്റ് സീക്രട്ട്, നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് തുടക്കത്തിൽ പറയാതിരിക്കുക. അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ല എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, തുടക്കത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീക്ക് സൈഡ് കാട്ടാതിരിക്കുക. നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ അംബീഷ്യസ് അല്ല എന്നൊക്കെ ചിലപ്പം നിങ്ങൾക്കറിയുമായിരിക്കും. പക്ഷേ തുടക്കത്തിൽ നിങ്ങളൊരു പാർട്ട്ണറോട് പറയുന്ന സമയത്ത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാതിരി ആയിരിക്കില്ല. ചിലപ്പോൾ അത് അവരെടുക്കുന്ന രീതി പോലും നെഗറ്റീവായിട്ടായിരിക്കും. അവർ ചിലപ്പോൾ ചിന്തിക്കുക, ഇവൻ അംബീഷ്യസ് അല്ല എന്ന് പറയുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത്, ഓക്കെ അംബീഷ്യസ് അല്ലേ, അപ്പോൾ ഫ്യൂച്ചറിൽ ഇവന് എന്നെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് പറ്റുമോ, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടുമോ, അങ്ങനെ കുറേ തോട്ട്സ് നിങ്ങളുടെ പാർട്ട്ണറുടെ മനസ്സിൽ കൂടെ പോകാം. പക്ഷെ അത് അവർ പറയണമെന്നില്ല എന്നുള്ളതാണ്. അപ്പം ഒരിക്കലും നിങ്ങളുടെ വീക്ക് സൈഡ് കാട്ടാതിരിക്കുക. ഒരിക്കലും നിങ്ങളുടെ വീക്ക് സൈഡ് ഉണ്ടെങ്കിൽ പോലും പറയേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വന്നാലും കഴിഞ്ഞ പരമാവധി ആ വീക്ക് കൂടി നിങ്ങൾ ഗ്രോത്ത് ആക്കിയിട്ട് മാറ്റാം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലല്ലോ പറയുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയുള്ളൂ. അപ്പം എനിക്ക് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു മീറ്റിങ്ങിൽ പോയി പറഞ്ഞാൽ നമുക്ക് ആ ജോലി കിട്ടുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിലും. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക. എനിക്ക് ഈ ഒരു വീക്ക് സൈഡ് ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കുക. ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു ടോപ്പിക് വരാതെ നിങ്ങൾ നോക്കുക. ഒരു ടോപ്പിക്കിൻ്റെ ആ ഒരു ഭാഗം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അതൊരു ഗ്രോയിങ് പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റിഗ്രറ്റ്സ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിഗ്രറ്റ്സ് ഒന്നും ഒരിക്കലും പറയാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയെന്ന് കരുതുക. അതെ, നിങ്ങൾ ഭയങ്കര ആഗ്രഹത്തോട് കൂടിയൊക്കെ തുടങ്ങിയൊരു ബിസിനസ്സാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ബിസിനസ് പൊളിയാണ്, നിങ്ങൾ ആഗ്രഹിച്ച മാതിരി സക്സസ്സിൽ എത്തുന്നില്ല. അത് നിങ്ങളുടെ പാർട്ട്ണറോട് പറയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയൊരു റിലേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ നിങ്ങളുടെ പാർട്ട്ണറോട് പറയാണ്, എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു പക്ഷെ അത് പൊട്ടി എന്നുള്ള രീതിക്ക് സംസാരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ സംസാരിക്കാതിരിക്കുക. കഴിവിൻ്റെ പരമാവധി അതൊരു ഗ്രോയിങ് ആയിട്ട് പറയാം. എനിക്ക് മുമ്പൊരു ബിസിനസ് ഉണ്ടായിരുന്നു, അതെനിക്ക് പക്ഷെ നിർത്തേണ്ടി വന്നു ചില സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷേ ഞാൻ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനിയൊരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെ ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെ അത് സക്സസ് ആക്കാം എന്നുള്ളതൊക്കെ ഞാൻ കുറേ പഠിച്ചു. ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പ് ഓഫ് സക്സസ് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഫെയിലിയർ എനിക്ക് വല്ലാതെ സക്സസ്സിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ബിക്കോസ് ഞാൻ ഗ്രോ ചെയ്യുന്നൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, തെറ്റുകളിൽ നിന്ന് കുറേ പഠിക്കുന്ന ഒരാളാണ്. ആ രീതിക്കൊക്കെ സംസാരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ റിഗ്രറ്റ് ആയിട്ടായിരിക്കണം എന്നില്ല നിങ്ങളുടെ പാർട്ട്ണർ കിട്ടാം. അവർ വിചാരിക്കുക, ഓക്കെ ഇയാൾ അല്ലെ എൻ്റെ പാർട്ട്ണർ നല്ല ഗ്രോ ചെയ്യുന്നുണ്ട്, അല്ലെ കുറേ തിങ്കിങ് മൈൻഡഡ് ആണ്, കുറച്ചുകൂടി കുറേ പാഷൻഡ് ആണ്, അല്ലെ ഫ്യൂച്ചറിനെ കുറിച്ച് കുറേ വിഷനുള്ള ഒരാളാണ് എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളെക്കുറിച്ച് കിട്ടുന്നൊരു കാഴ്ചപ്പാട്. മൂന്നാമത്തെ സീക്രട്ട്, നിങ്ങൾ പറയാൻ പാടില്ലാത്ത കാര്യം, ഇമ്പോർട്ടൻ്റ് ഐറ്റം, നിങ്ങളുടെ കഴിഞ്ഞുപോയ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഒരിക്കലും നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ആ ഒരു ടോപ്പിക് ഒഴിവാക്കുക. നിങ്ങൾ അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ പുതിയ പാർട്ട്ണർ നിങ്ങളോട് ചോദിക്കുകയാണ്, നിന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് എത്ര ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ കഴിവിൻ്റെ പരമാവധി പറ്റുന്നത്ര ഷോർട്ടായിട്ട് പറയാം. അത് കുറേ വലിച്ചു നീട്ടി എക്സ്പ്ലെയിൻ ചെയ്ത് അതിങ്ങനെയായിരുന്നു, അല്ലെ ആ റിലേഷൻഷിപ്പിൽ ഞാൻ കുറേ ഹാപ്പി ആയിരുന്നു, അല്ലെ കുറേ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, ഞാൻ ആ പാർട്ട്ണറെ വല്ലാതെ ഹെയ്റ്റ് ചെയ്യുന്നു, ഒന്നും പറയാതിരിക്കുക. കഴിവിൻ്റെ പരമാവധി എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, ആ റിലേഷനിൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു, അതാണ് എന്നെ പുതിയൊരു റിലേഷൻ വേണമെന്ന് പ്രേരിപ്പിച്ചത്, പുതിയൊരു രീതിയിലേക്ക് ലൈഫ് കൊണ്ടുപോകണമെന്നും മറ്റേ കഴിഞ്ഞു പോയ റിലേഷനിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ള രീതിക്ക് സംസാരിക്കുക. ഒരിക്കലും ഒരു കാരണവശാലും കഴിഞ്ഞ റിലേഷൻഷിപ്പിലെ പാർട്ട്ണറെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാതിരിക്കുക.
കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ പാർട്ട്ണറുടെ കൂടെ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിടന്നോട്ടെ. ഒരിക്കലും പുതിയൊരു പാർട്ട്ണർ വരുന്ന സമയത്ത് ഒരിക്കലും പറയാതിരിക്കുക. എന്താന്ന് വെച്ചാൽ ആ ഹാപ്പിനെസ് ഒക്കെ ഈ പുതിയ പാർട്ട്ണർ കമ്പയർ ചെയ്യും. നിങ്ങൾ ചിലപ്പം കമ്പയർ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ കമ്പയർ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഇയാളെ പണ്ടത്തെ റിലേഷൻ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ റിലേഷൻ പോലെ ഹാപ്പി ആക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു തോട്ട് വരാം. അതുപോലെ അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞു പോയ പാർട്ട്ണർ ഹെയ്റ്റ് ചെയ്യുന്നുണ്ടേ പറയാതിരിക്കുക. അതൊക്കെ ഉള്ളിൽ തന്നെ കിടന്നോട്ടെ. തുടക്കത്തിൽ ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഹെയ്റ്റ് ചെയ്യുന്നെന്ന് പറയുന്ന സമയത്ത് പുതിയ പാർട്ട്ണർ കരുതുക, ഓക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇയാൾ എന്നെ ഹെയ്റ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പറ്റും. നിങ്ങൾ കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പത്തെ ഒരു ഇഷ്യൂസും അല്ലെങ്കിൽ അത് അങ്ങനെയായിരുന്നു, ഞാൻ അത്ര ഹാപ്പി ആയിരുന്നു, അത്ര റിഗ്രറ്റ് ചെയ്യുന്നു, അത്ര അങ്ങനെ വലിച്ചു നീട്ടി കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പറയാതിരിക്കുക. നിങ്ങൾ എത്രത്തോളം ഇൻവോൾവ് ആവുന്നു അത്രത്തോളം നിങ്ങളുടെ പുതിയ റിലേഷനെ അത് ബാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളായിട്ടൊരിക്കലും പഴയ റിലേഷനും പുതിയ റിലേഷൻ്റെ പാർട്ട്ണറെ കമ്പയർ ചെയ്യാതിരിക്കുക. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ ഇത് പറഞ്ഞത് കൂടി തന്നെ നിങ്ങളുടെ പാർട്ട്ണർക്ക് അവർ തന്നെ സ്വയം കുറേ കമ്പയർ ചെയ്യുന്നുണ്ടാവും. നമ്മളോട് പുറത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, അവർ നന്നായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടാവും. അതിന് പുറമെ നിങ്ങളുടെ ഭാഗമായിട്ട് ഒരു കമ്പയറിങ് കൂടി വരുന്ന സമയത്ത് വല്ലാതെ അത് നിങ്ങളുടെ പുതിയ റിലേഷനെ കൂടി അത് ബാധിക്കുന്നത് കാണാം. ഒരിക്കലും പാസ്റ്റിൽ കടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുക. പാസ്റ്റിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നവർക്ക് പ്രസന്റ് ഇല്ല എന്നാണല്ലോ, അതേമാതിരി പാസ്റ്റ് അങ്ങ് വിട്ടുകളയാം. 4ാമത്തെ സീക്രട്ട്, നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് സാമ്പത്തികം. നിങ്ങൾ എത്രത്തോളം കടം വാങ്ങിയെന്നോ അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നോ ഒന്നും പുതിയ റിലേഷൻഷിപ്പിൽ തുടക്കത്തിലേ പറയേണ്ട ഒരു ആവശ്യമില്ല. അത് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളെ സംശയിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് മാറ്റാൻ വേണ്ടി കഴിയുന്നതാണ്. എന്താന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഇയാളുടെ കൂടെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം ഇത് എഫക്റ്റ് ചെയ്യും, ഇതെന്നെ സപ്പോർട്ട് ചെയ്യുമോ, ഫിനാൻഷ്യലി ഇയാൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, എൻ്റെ ലൈഫ് കഷ്ടത്തിലാവുമോ ഇയാളുടെ കൂടെ പോയാൽ, അങ്ങനെ കുറേ തിങ്കിങ് നിങ്ങളുടെ പാർട്ട്ണർക്ക് മനസ്സിൽ തോന്നിയേക്കാം. അപ്പം നിങ്ങൾ സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സോൾവ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും അത് തുടക്കത്തിലേ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് പറയാതിരിക്കുക. എല്ലാം പറയുന്നതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. ഒരിക്കലും തുടക്കത്തിലേ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് ഭയങ്കരമായിട്ട് എല്ലാ സീക്രട്സും പുറത്ത് പറയാതിരിക്കാൻ ശ്രമിക്കുക. കഴിവിന്റെ പരമാവധി ഈ 4 സീക്രട്സ് നിങ്ങൾ ഒരിക്കലും പുറത്ത് പറയരുത് തുടക്കത്തിലെ. അഥവാ പാർട്ട്ണർ ചോദിച്ചാൽ പോലും നിങ്ങളത് ഗ്രോത്ത് ആയിട്ട് മാത്രം കണ്ടുകൊണ്ട് പറയാന്നുള്ളതാണ്. നിങ്ങൾ കൺവേ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളെ പാർട്ട്ണർക്ക് ഉണ്ടാവുന്ന കാഴ്ചപ്പാടും ഉള്ളത്. നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും മറ്റുള്ളവർ നിങ്ങളെ കാണുന്നുണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ നെഗറ്റീവ്സും നിങ്ങളുടെ ബാഡ് വശങ്ങളും പറയുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബാഡ് സൈഡ് എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് അതിലേറെ മോശമായിട്ട് പുറത്തുനിന്ന് ഒരാൾ കാണികൾ എത്ര പാർട്ട്ണറാന്ന് പറഞ്ഞാലും അവർ മനസ്സിലാക്കി തുടങ്ങുന്നേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഇതൊക്കെ പറയരുത് എന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷെ തുടക്കത്തിൽ പറയാതിരിക്കുക. നിങ്ങൾക്ക് അത്ര ട്രസ്റ്റ് വർത്തി ആയിട്ട് അവസാനം ഒരു ടൈം വരും അല്ലെങ്കിൽ ഇവരാണ് എൻ്റെ പേഴ്സൺ എന്ന് തോന്നി, ഇവരെന്നെ വിട്ടുപോകില്ല എന്ന് തോന്നി, എന്നെ എത്ര ഫ്ലോസ് ഉണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ പറയാവുന്നതാണ്. പക്ഷെ പറയുന്ന സമയത്ത് നിങ്ങൾ കൺവേ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചുണ്ടാവും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അല്ലെ നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ കാണുന്ന രീതി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 5 സീക്രട്സ് ഒരിക്കലും തുടക്കത്തിൽ പറയാതിരിക്കുക. ഇതെല്ലാം നോക്കി നിങ്ങൾ കൺവേ ചെയ്യുന്ന രീതിയും ശ്രദ്ധിച്ചു കണ്ട് മുന്നോട്ട് പോവുക. ഇതുപോലുള്ള റിലേഷൻഷിപ്പ് കണ്ടന്റിനോ അതോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റ് കണ്ടന്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.